ഹായ് ഓൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ റാഡ്സം ബ്ലൂ ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയ ഒരു 4 ദിവസം ടൂർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അവർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 9:30 ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം അനുസരിച്ച് ഇവിടുന്ന് പിക്ക് ചെയ്ത് നേരെ ചോറ്റാനിക്കര ടെമ്പിളും കണ്ട് നേരെ തേക്കടിയാണ്. സാധാരണ നിങ്ങൾ എൻ്റെ ഗസ്റ്റിൻ്റെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഗൈസ്, അവര് റിസപ്ഷനിൽ വന്നിട്ടുണ്ട്, നമ്മളെ കോൾ ചെയ്തു. നേരെ പോയി പിക്ക് ചെയ്യാം, ബാക്കിയൊക്കെ കാണാം. ഓക്കെ. റിസപ്ഷനിലേക്ക് എത്തിയപ്പോഴേക്കും ലഗേജും ഗസ്റ്റും എല്ലാം റെഡി ആയിരുന്നു. അങ്ങനെ ലഗേജ് എല്ലാം വണ്ടിയിലാക്കി അവിടെ നിന്ന് ഒറ്റ ലക്ഷ്യം, നേരെ മൂകാംബിക. ഏകദേശം 10:45 കൂടി അമ്പലത്തിലെത്തി. അമ്പലത്തിലേക്കുള്ള വഴി അവർക്ക് കാട്ടിക്കൊടുത്ത് ഞാൻ പതിയെ പാർക്കിങ്ങിലേക്ക് പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ദർശനവും കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയെത്തി. നല്ല മഴയുണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ കുറുവിലങ്ങാട് എത്തിയപ്പോഴേക്കും ചായ കുടിക്കാനായി കുറുവിലങ്ങാട് ജംഗ്ഷനിൽ തന്നെയുള്ള മറ്റത്തിൽ ബേക്കേഴ്സിൽ കയറി ഞാനും ഒരു ചായ കുടിച്ചു. നീറ്റ് ആൻഡ് ക്ലീൻ ഷോപ്പായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെയാണ് വണ്ടി നിർത്താറ്. ചായ കുടിയും കഴിഞ്ഞ് ഗസ്റ്റിനെ റബ്ബറും തോട്ടവും കാണിച്ചു കൊടുത്ത് നേരെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എത്തി. അവിടെ എത്തിയപ്പോഴേക്കാണെങ്കിൽ നല്ല കോടയും മഴയും ഒരുമിച്ച്. വെള്ളച്ചാട്ടം കാണാൻ പോയതിനും വേഗത്തിൽ തിരികെ വന്ന കാരണം എനിക്കും ഒന്നും മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനാൽ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ കുട്ടിക്കാനത്തുള്ള ഓപ്പൺ കിച്ചണിൽ കയറി അവർക്ക് ലഞ്ചും കൊടുത്തു. അതിൻ്റെ അടുത്തുള്ള ഒരു കുട്ടനാടൻ റെസ്റ്റോറൻറ്റിൽ കയറി ഞാനും ഫുഡ് കഴിച്ചു. കഴിക്കാനായിട്ട് നല്ല ചോറും മീൻ വറുത്തതും ഉണ്ടായിരുന്നു. കുറച്ച് നേരം ആസ്വദിച്ചിരുന്ന് ഫുഡും കഴിച്ച് അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ ലക്ഷ്യം ഹോട്ടൽ. അങ്ങനെ ഹോട്ടലിൽ ചെന്നു. അവർ ചെക്കിനായി. ഞാൻ വണ്ടിയും പാർക്ക് ചെയ്തു. ഇന്ന് വേറെ പ്രോഗ്രാം ഒന്നുമില്ല. ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ. ഹായ് ഓൾ, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഞാനിപ്പോൾ തേക്കടി തന്നെയാണ് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഗസ്റ്റിനെയും കൊണ്ട് നേരെ തേക്കടിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നതാണ്. ഓക്കെ. 11:30 ആയപ്പോഴേക്കും ഗസ്റ്റ് റെഡിയായി വന്നു. അവരെയും കൂട്ടി നേരെ പോയത് സ്പൈസ് പ്ലാന്റേഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കുമളി കോട്ടയം റൂട്ടിലുള്ള ഹരിത സ്പൈസസ് പ്ലാന്റേഷനിലാണ് ചെന്നപ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ ഗസ്റ്റിനെ വെൽക്കം ചെയ്തു. അവിടുന്ന് നേരെ തോട്ടം കാണിക്കാനായിട്ട് ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഏകദേശം 1 മണിക്കൂറാണ് ഇവിടുത്തെ പ്രോഗ്രാം. ധാരാളം സ്പൈസസും ആയുർവേദിക് പ്ലാന്റുകളെല്ലാം ഇവിടെ അവർക്ക് കാണാൻ സാധിക്കും. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലാന്റേഷൻ വിസിറ്റും പർച്ചേസും കഴിഞ്ഞവർ പുറത്തു വന്നു. അങ്ങനെ അവിടെ നിന്നും നേരെ പോയത് മസാജ് സെൻറ്ററിലേക്കാണ്. ഏകദേശം 1 മണിക്കൂർ ദൈർഘ്യമുള്ള മസാജാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. മസാജ് എല്ലാം കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ ട്രഡീഷണൽ പ്രോഗ്രാമായ കഥകളിയും കളരിപ്പയറ്റും കാണാൻ വേണ്ടിയാണ്. പ്രോഗ്രാം രണ്ടും കണ്ടു കഴിഞ്ഞിറങ്ങി. ഇനി നേരെ ഹോട്ടലിലേക്കാണ്. പോകുന്ന വഴിയെ ഇന്നത്തെ ദിവസത്തിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് റിപ്ലൈ തന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുടർന്ന് തേക്കടിയിലെ പ്രധാനപ്പെട്ട സ്പോട്ടുകളായ തേക്കടി ബോട്ട് റൈഡ്, എലിഫൻറ്റ് റൈഡ്, ജീപ്പ് സവാരി തുടങ്ങിയവയെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത്രയും കാഴ്ചകളൊക്കെ ഇന്ന് കാണാൻ സാധിച്ചുള്ളൂ. തിരികെ റൂമിലെത്തി. അവർ റൂമിലേക്കും പോയി. ഞാൻ തിരികെ പാർക്കിങ്ങിലേക്കും വന്നു. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹായ് ഓൾ, അപ്പം ഇന്ന് ഡേ 3 ആണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് നേരെ ആലപ്പുഴയ്ക്കാണ്. ആലപ്പുഴ ഹൗസ് ബോട്ടിൽ ഇവരെ കൊണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. ഏകദേശം ഇവിടുന്ന് ഒരു 4.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവരെ കൊണ്ടാക്കുകയും ചെയ്യും. ഓക്കെ. 8:30 ആയപ്പോഴേക്കും ഗസ്റ്റ് വന്നു. അവരെയും കൊണ്ട് നേരെ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടം കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനായി നിർത്തി കൊടുത്തു. അവിടുന്ന് തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ടീ ബ്രേക്കിന് നിർത്തി. ടീ ബ്രേക്കും കഴിഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 12 മണിയോടുകൂടി ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെത്തി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. റോഡിൽ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ട്. മഴക്കാലമായാൽ ഇവിടെ ഇത് പതിവാണ്. ഈ വെള്ളക്കെട്ടിനൊക്കെ ഒരു മാറ്റമോ ഉണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. റോഡിൻ്റെയും വെള്ളത്തിൻ്റെയും കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബോട്ട് ലാൻഡിലെത്തി. ബോട്ട് ലാൻഡിൽ ഇവർക്കായി ബുക്ക് ചെയ്ത ബോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ബോട്ടായിരുന്നു കമ്പനി അവർക്കായി ബുക്ക് ചെയ്തിരുന്നു. അവരെ ബോട്ടിലേക്ക് കൊടുത്ത് നാളെ രാവിലെ 9 മണിക്ക് കാണാമെന്ന് പറഞ്ഞ് ഞാനും തിരികെ പാർക്കിംഗ് ലക്ഷ്യമാക്കി നടന്നു. ഇന്ന് ഫുൾ ഡേ അവർ ബോട്ടിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വീഡിയോകൾ നാളെ കാണാം. ഞാൻ തിരികെ പാർക്കിങ്ങിലെത്തി, റൂമും എടുത്തു. ഇന്ന് ഫുൾ റെസ്റ്റ്. അപ്പോൾ ഓക്കെ, ബാക്കിയെല്ലാം നാളെ കാണാം. ബൈ. ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ടൂറിൻ്റെ ലാസ്റ്റ് ദിവസമായ ഡേ 4 ആണ്. ഫ്രണ്ട്സ്, ഇന്നലെ ഒരു നൈസ് പണി കിട്ടി. രാത്രി 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഗസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ബോട്ടിൽ നൈറ്റ് സ്റ്റേ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നേരെ കൊച്ചിയിലെ റാഡിസം ബ്ലൂവിലേക്ക് തന്നെ തിരിച്ചു പോകാം. അവിടെ റൂം എടുത്തിട്ടുണ്ട് നൈറ്റ് സ്റ്റേക്ക് വേണ്ടി. അങ്ങനെ ഏകദേശം 8 മണിയൊക്കെ ആയപ്പോൾ അവരെയും പിക്ക് ചെയ്തുകൊണ്ട് നേരെ ഒരു 10 മണിയോട് കൂടി റാഡിസം ബ്ലൂ എത്തി. അപ്പോൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്ത് അവിടെ
അപ്പോൾ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലെ റാഡ്സൺ ബ്ലൂ ഹോട്ടലിൽ തന്നെയാണ്. നമ്മൾ ടൂർ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചെത്തി. ഇന്നത്തെ പ്രോഗ്രാം 11:30 ആകുമ്പോൾ അവർ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് നേരെ കൊച്ചിയിലെ ലോക്കൽ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഏകദേശം ഒരു 8:30 കൂടി ഡിന്നറും കൊടുത്ത് എയർപോർട്ടിൽ കൊണ്ടുവിട്ടാൽ നമ്മുടെ ഈ ടൂർ ഇന്നവിടെ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ. 11:30 ആയപ്പോഴേക്കും ഞാൻ റിസപ്ഷനിലെത്തി. കറക്റ്റ് സമയത്ത് അവരും ഇറങ്ങി വന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് എടപ്പള്ളി ചർച്ച് കാണാൻ വേണ്ടിയാണ്. ചർച്ചെത്തി അവരെ ചർച്ചിലേക്കും പറഞ്ഞു വിട്ടു. ഞാൻ നേരെ പാർക്കിങ്ങിലേക്കും പോയി കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ലുലു മാളിലേക്കായിരുന്നു. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി തുടങ്ങിയ സൈറ്റ് സീയിങ് ഒന്നും അവർക്ക് കാണണ്ടെന്ന് പറഞ്ഞു. ഷോപ്പ് ചെയ്യണം, അതിനുവേണ്ടി നേരെ ലുലുവിൽ കൊണ്ടുവിട്ടു. കുറച്ച് നേരം ഞാൻ ലുലുവിലെല്ലാം ഇതിലെല്ലാം കറങ്ങി നടന്നു. ഏകദേശം ഒരു 1:30 കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങി. പുറത്തുള്ള കഞ്ഞിക്കടയിൽ കയറി കഞ്ഞിയും പയറും പപ്പടവും കൂട്ടി പിടിപിടിച്ചു. 3:30 ആയപ്പോഴേക്കും അവർ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു. അവിടുന്ന് നേരെ വീണ്ടും ഹോട്ടലിലേക്ക് കൊണ്ടാക്കി. 6:30 ഇറങ്ങണമെന്ന് പറഞ്ഞ് ജസ്റ്റ് 6 മണിയായപ്പോൾ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എടുത്തോണ്ട് നേരെ എയർപോർട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ചിപ്സ് വാങ്ങണമെന്ന് പറഞ്ഞ് ചിപ്സ് കട നിർത്തി ചിപ്സൊക്കെ വാങ്ങി. അടുത്ത ലക്ഷ്യം നേരെ എയർപോർട്ടാണ്. പോകുന്ന വഴി ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ 4 ദിവസം ഒന്ന്. എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതെല്ലാം നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർ അധികം മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു എല്ലാവരും തന്നെ. കുഴപ്പമില്ല, അടുത്ത ഗസ്റ്റ് വരുമ്പോൾ മാക്സിമം ഞാൻ അവരെയും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. 8:30 ആയപ്പോഴേക്കും എയർപോർട്ടിലെത്തി. ലഗേജ് എല്ലാം ഇറക്കി കൊടുത്തു. അവർ സന്തോഷത്തോടെ തന്ന ടിപ്പ് വാങ്ങി പോക്കറ്റിൽ വിട്ടു. വീണ്ടും കാണാം എന്ന് പറഞ്ഞ് എയർപോർട്ടിലേക്ക് നടന്നു നീങ്ങി. എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിരുന്നു. ഇതൊരു ചെറിയ ടൂർ ആയതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എനിക്ക് വ്യക്തമാക്കി ഇടാൻ സാധിച്ചിട്ടില്ല. അടുത്ത ടൂർ തുടങ്ങുമ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. ഇനി വെറൈറ്റി വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.